ഗായ്സ് അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് ഫുഡൊക്കെ ആരും കഴിച്ചിട്ടില്ല. ഉച്ചക്ക് ഞങ്ങൾ കിടന്നുറങ്ങിന്ന് 11 മണിയായിട്ടുണ്ട് രാവിലത്തെ ചായ അടിച്ചപ്പം. അപ്പോൾ പിന്നെ ഉച്ചക്ക് ആരും ഫുഡ് കഴിച്ചില്ല. പിന്നെ വൈകുന്നേരം ചായക്ക് നമ്മളെ മറ്റേ സാധനം ഉണ്ടല്ലോ, ചക്രക്കിഴങ്ങ് അതേ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ രാത്രിക്കൊക്കെ ചോറുണ്ടാക്കി വെച്ചിരിക്കണേ. കറി മീനിൻ്റെ കുറച്ച് കറിയുണ്ട്. പിന്നെ അതിക്ക് എന്തെങ്കിലും ഉപ്പേരി വേണം. അപ്പോൾ ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് 2 അങ്ങോട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ അതേപോലെ തന്നെ കർമൂസ കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി കർമൂസയും പുറത്തൊക്കെ വെച്ചു. അച്ചാർ പൊടിയും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തങ്ങോട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സോയാബീനും വേണം പറഞ്ഞ്. അപ്പോൾ സോയാബീൻ അവിടെ നോക്കി, അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ തപ്പിത്തെറിഞ്ഞ് കണ്ടെത്തിക്കണം കേട്ടോ. ഞാനിതാ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ബക്കറ്റൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചത് കേട്ടോ. അപ്പം ഇനി സോയാബീൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കും വേണം. അപ്പം അങ്ങനെ സോയാബീൻ പുറത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ് സോയാബീൻ കുറച്ച് വെള്ളത്തിലിടട്ടെ കേട്ടോ. കുട്ടികളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവാകണം ഒന്ന് സോയാബീൻ ഒന്ന് പൊട്ടറ്റോയും ആകൂലേ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. പൊട്ടറ്റോ സോയാബീൻ കണ്ടാൽ പിന്നെ തീരുന്ന ടൈം കാണൂല, കാണുന്ന ടൈം തീരൂല. ഇതൊക്കെ ഞാൻ പറയണേ, അത് കയ്യിലത് അറിയൂല. അപ്പോൾ ആദ്യം വെള്ളമാക്കി നല്ലോണം ഒന്ന് കേകി എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കട്ടോ. സോയ വെള്ളത്തിലിട്ട് കുറച്ച് ടൈം അടച്ച് വെക്കട്ടോ. നല്ല ഇഷ്ടമാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഞാൻ ഈ ചായപ്പൊടിൻ്റെ വെള്ളം എൻ്റെ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കലാണേ. ഇത് രണ്ടും വേഗം തൊലി കളഞ്ഞിട്ടോ. അപ്പോൾ ബീട്രൂട്ട് തൊലി കളഞ്ഞ് അതിൻ്റെ തൊലിയും മറ്റേതിൻ്റെ വേസ്റ്റും എല്ലാതും കൂടെ നേരതാ അപ്പം തന്നെ അങ്ങോട്ട് ഒഴിവാക്കട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടി അരിയാൻ നിന്നപ്പോൾ കുട്ടികളറിഞ്ഞ് ഉപ്പേരി വെക്കേണ്ട വെച്ച് മധുരാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുർക്കയിലിടാൻ പറഞ്ഞു. അപ്പം ഞാൻ വേഗം ഗ്രേറ്റർ എടുത്തിട്ട് നേരെ സുർക്കയിലിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് കർമൂസ അച്ചാറിടാൻ വേണ്ടിയിട്ട് അതും അരിഞ്ഞ് പിന്നെ ഒരു പാൻ വെച്ചിട്ട് കടുകും ഉലുവയൊക്കെ ഇട്ട് കറിവേപ്പിലിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചുവിട്ടിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ അതിക്ക് പുറത്ത് പോയി ഒരു പച്ചമുളകൊക്കെ പറിച്ചുകൊണ്ടുവന്ന് അതുമിട്ട് പിന്നെ അതൊന്ന് വഴണ്ടതിന് ശേഷം തക്കാളി കർമൂസയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് വേഗം ഒന്ന് വഴറ്റി കൂട്ടി വെച്ച് അടച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെള്ളത്തുള്ളി അതിൽ ഇറങ്ങി പോകണ്ട വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ബീട്രൂട്ട് സുർക്കയിലിടാൻ വേണ്ടിയിട്ട് കുപ്പി നന്നായിട്ടൊന്ന് സുർക്കിട്ട് കുലുക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിക്ക് ഉപ്പിട്ട് സുർക്ക വെച്ച് ബീട്രൂട്ട് 2 എണ്ണം അരിഞ്ഞ് അതും കൂടെ ഇട്ടിട്ടോ. ഇനി ഞാൻ അച്ചാറപ്പൊടി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ അച്ചാറിടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. നമ്മൾ ഏതാണോ സംഭവം അത് വഴണ്ട് വന്നതിന് ശേഷം ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അച്ചാർ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇളക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അച്ചാറിടുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോവാതൊക്കെ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയാണ് കേട്ടോ കാട്ടൽ. പിന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു കേട്ടോ. എന്നിട്ട് വേഗം അടുപ്പത്തിൽ നിന്ന് മാറ്റി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഒരു ഉണങ്ങിയ വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 ടൈപ്പ് അച്ചാറുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്.